ഹലോ. അപ്പോൾ നമ്മുടെ ഈ പഠിപ്പിലൂടെ LDC ഡെയിലി ക്യാപ്സ്യൂളിൽ ഇന്ന് ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓരോ സബ്ജക്ട്സ് പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു വളരെ ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് മെമ്മറിയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നമുക്കത് ഉപയോഗപ്രദമാകുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എപ്പോഴും ഹിസ്റ്ററി കേരള PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന ഏരിയയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ഗാന്ധിജിയെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് ബന്ധിപ്പിച്ച ഒരു ചോദ്യം എപ്പോഴും എപ്പോഴും തന്നെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ ഇന്ന് നമുക്ക് അത് പ്രകാരമുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന് എന്ന് പറയുന്നത് ആദ്യത്തെ സന്ദർശനത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന 1920-ലാണ്. അപ്പൊ 1920 എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒരു ഓഗസ്റ്റ് 18-ാം തീയതിയാണ് ഗാന്ധിജി കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജി ആദ്യമായിട്ട് എത്തിയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിയതെന്ന് നമുക്കറിയാം. ഇനി എന്തുകൊണ്ട് കേരളത്തിൽ 1920 ഓഗസ്റ്റ് 18-ന് ഗാന്ധിജി എത്തി, എന്തായിരുന്നു ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചരണം. നമ്മൾ ഖിലാഫത്തും എന്താണ് ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് എന്താണ് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പം അതിന്റെ ഒരു പ്രചരണമായിട്ടാണ് 1919 തുടങ്ങി എന്താണ് ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രചരണത്തിന്റെ ഒരു ലക്ഷ്യത്തോടെയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോഴിക്കോട് എന്താണ് കാലുകുത്തുന്നത്. അത് കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്ന വന്നാണ്. ഇനി അപ്പൊ ഇങ്ങനെ കുറച്ച് നമ്മൾ ഫാക്ട്സ് പഠിച്ചു. ഇനി ചിലർ ചോദിക്കുകയാണ്, ഗാന്ധിജിയുടെ ആദ്യ സന്ദർശന സമയത്ത് ഗാന്ധിജി ഹിന്ദിയിലായിരിക്കും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിലേക്ക് ഈ പ്രസംഗം തർജ്ജമ ചെയ്ത മലയാളി ആരായിരുന്നു ചോദിക്കാം. അത് K. മാധവൻ നായർ ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് ഓർത്തുള്ള. ആദ്യമായിട്ട് ഗാന്ധിജി വന്നത് 1920 ഓഗസ്റ്റ് 18-ന് കേരളത്തിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് കേരളത്തിലെത്തിയത്. അന്ന് ഗാന്ധിജി സംസാരിച്ചത് തർജ്ജമ ചെയ്ത് K. മാധവൻ നായർ ആയിരുന്നു എന്നതും ഓർത്തു വെക്കുക. ഇനി അടുത്തത്, ഇത് ഒന്നാമത്തെ സന്ദർശനം. അപ്പോൾ ഒരു തവണ വന്നെന്ന് ഓർത്തു വെച്ചു. രണ്ടാമത്തെ സന്ദർശനം നോക്കാം. രണ്ടാമത്തെ സന്ദർശനം 1925-ലായിരുന്നു. ഓക്കെ, എന്നാണ് 1925 മാർച്ച് 8-നാണ് ഗാന്ധിജി വരുന്നത്. എന്തിനാണ് ഗാന്ധിജി വന്നത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം. ഓക്കെ, അന്ന് വൈക്കം സത്യാഗ്രഹം നടന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഗാന്ധിജി ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1925 മാർച്ച് 8-ന് കേരളത്തിൽ വന്നപ്പോൾ തിരുവിതാംകൂർ എന്താണ് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഗാന്ധിജി എന്താണ് അന്ന് സന്ദർശിച്ചു. ആരായിരുന്നു അതെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിബായി ആണ്. ഓക്കെ, റാണി സേതു ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അവരെ ഗാന്ധിജി സന്ദർശിച്ചു. ഇനി ഗാന്ധിജി തന്റെ രണ്ടാം കേരള സന്ദർശനത്തിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചു. പല സമയത്തും ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച അനുബന്ധമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേ സമയത്ത് റാണി സേതുലക്ഷ്മിയും സന്ദർശിക്കാനും നിങ്ങൾ മനസ്സിലോർത്ത് വെച്ചുള്ള ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചോദിക്കാം. ഏരിയ ഒന്ന് തന്നെയാണ്. ഇനി ഈ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ സംസാരിച്ചു. ഈ സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് N. കുമാരനാണ്. ഓക്കെ, അവിടെ നമ്മൾ മാധവൻ നായർ പറഞ്ഞു, ഇവിടെ N. കുമാരനാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം ഓർത്തുള്ള, രണ്ട് തവണയും സന്ദർശിക്കപ്പെട്ടു. 1925 മാർച്ച് 8-ന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഗാന്ധിജി സന്ദർശിച്ച ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മിബായാണ്. ഗാന്ധിജി സന്ദർശിച്ച മറ്റൊരു അതുല്യ പ്രതിഭയായിരുന്നു ഗുരുദേവനായിരുന്നു ശ്രീനാരായണ ഗുരു. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്തത് N. കുമാരനായിരുന്നു. അപ്പൊ അതും നമ്മൾ പഠിച്ചു. 2 പ്രാവശ്യം വന്നല്ലോ ഗാന്ധിജി. ഇനി മൂന്നാമത്തെ വരവ് എന്നായിരുന്നു നോക്കാം. മൂന്നാം സന്ദർശനം 1927-ലായിരുന്നു. ദിവസം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 9-ാം തീയതിയാണ് അദ്ദേഹം വന്നത്. അപ്പം ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ച് ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം ഒന്ന് സന്ദർശിച്ചു. അപ്പൊ തൃശ്ശൂരിലെ വിവേകോദയം വിദ്യാലയം അദ്ദേഹം സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം ഖാദിയുടെ പ്രചരണത്തിൽ പങ്കെടുത്തതും എന്താണ് ഈ ഒരു സന്ദർശന വേളയിലാണ്. അപ്പൊ എവിടെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്? എന്താണ് ഈ പറയുന്നത്? കോഴിക്കോട് വന്നു, പിന്നെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു, ഇപ്പൊ തന്നെ തൃശ്ശൂരിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് വന്നപ്പോൾ എന്താണ് അദ്ദേഹം ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നും പര്യടനം നടത്താൻ ഖാദിയുടെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം വന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേരള സന്ദർശനം നടത്തുമ്പം 1927 ഒക്ടോബർ 9-ന് വന്നിറങ്ങിയ ശേഷം കേരളത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ അതുല്യ പ്രതിഭയുള്ള ഒരാൾ, അല്ലെങ്കിൽ സന്ദർശിച്ച അതുല്യ പ്രതിഭയുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ വള്ളത്തോൾ നാരായണ മേനോനാണ്. കേട്ടോ, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ 3 തവണ വന്നു. ഇനിയുണ്ട് വരവുകൾ. 4-ാം തവണ എന്നാണ് വന്നത്? 1934-ലാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. അപ്പൊ എന്തിനായിരുന്നു? നമ്മുടെ ഹരിജൻ എന്താണ് ഒരു മുന്നേറ്റമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അതിന്റെ ധനസമാഹരണത്തിനായിട്ടാണ് ഗാന്ധിജി 4-മതായിട്ട് കേരളം സന്ദർശിച്ചത്. അത് 1934-ാം ആണ്ടിൽ ജനുവരി 10-ാം തീയതിയാണ് വരുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം അന്നൊരു വലിയൊരു ഒരു സംഭവവികാസം നടന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ഹരിജന ഫണ്ടിന്റെ പ്രചരണാർത്ഥം ഇല്ലെങ്കിൽ ധനശേഖരണാർത്ഥം വടകരയിൽ എത്തിയപ്പോൾ തന്റെ ആഭരണങ്ങൾ മുഴുവൻ അഴിച്ചു നൽകിയ ഒരു പ്രശസ്ത വ്യക്തിത്വം ഉണ്ടായിരുന്നു. അവരുടെ പേര് വനിത കൗമുദി ടീച്ചറാണ്. ഓക്കെ,
വനിത കൗമുദി ടീച്ചറാണ്. തൻ്റെ ആഭരണങ്ങളെല്ലാം ആ ഫണ്ടിലേക്ക് അവർ അയച്ചു നൽകി. അത് വലിയൊരു എന്താണ് ഒരു അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയൊരു എന്താണ് ഒരു എന്താണ് ഒരു ജസ്റ്ററായിരുന്നു. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ 1934 ജനുവരി 10 വീണ്ടും വന്നത്. അപ്പം അതിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇനി അവസാനമായിട്ട് ഗാന്ധിജി വരുന്നത് എന്താണ്? 1937 ഒരു സന്ദർശനം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതെന്താണ്? 1937 ജനുവരി 12 അദ്ദേഹം അവസാനമായി കേരളം സന്ദർശിച്ചത്. ഇതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടില്ല. 1940 അദ്ദേഹം മരണപ്പെടുന്ന വരെ അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പം നോക്കാം. ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെയും അവസാനത്തെയും കേരള സന്ദർശനം എന്ന് പറയുന്നത്. ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ചോദിക്കുക. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗാന്ധിജി വന്നത്. അന്ന് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാനായിരുന്നു ഉണ്ടായിരുന്നത്. 1936 നവംബർ 12 ഈ ഒരു വിളംബരം, ചരിത്രത്തിന്റെ ഭാഗമായ വിളംബരം നടത്തിയത്. ഇനി ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ വെച്ച് ആരെ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ ആരാണ് കണ്ടുമുട്ടിയത്? പ്രശസ്ത അന്നത്തെ ഒരു പരിഷ്കർത്താവ് എന്ന് പറയാം, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന അയ്യങ്കാളി അദ്ദേഹം കണ്ടെത്തി, കണ്ടുമുട്ടിയെന്ന് പറയും. വെങ്ങാനൂരിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടി. അപ്പൊ ഇതൊക്കെ വലിയൊരു കാര്യമാണ്. അദ്ദേഹം വന്ന ഓരോ തവണയും അദ്ദേഹം വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. വന്ന വർഷവും തീയതിയും അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ആരാണെന്നും എന്താണ് ലക്ഷ്യമെന്നും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ചെറിയൊരു കാര്യമാണ്, 5 മിനിറ്റിൽ പഠിക്കാവുന്ന കാര്യമാണ്, റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും ഗാന്ധിജിയാണ്. അദ്ദേഹം ഇദ്ദേഹത്തെ കണ്ടുമുട്ടി, അദ്ദേഹം ഇദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിളിച്ചു. അപ്പോൾ 5 സന്ദർശനങ്ങളുണ്ട്. 5 തവണ ഗാന്ധിജി വന്നു. അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇത് 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഉപയോഗപ്രദമാകും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള നുറുങ്ങ് കാര്യങ്ങൾ പഠിക്കാനും ഇതുപോലെ ഫോളോ ചെയ്യാനുമായി നമ്മുടെ ഈ പഠിപ്പുരി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹമൊക്കെ നമുക്ക് ഉണ്ടാവണം, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ഡെയിലി ക്യാപ്സ്യൂൾ കാണുന്നവരെ താങ്ക് യു. ബൈ.